ഇപ്പോൾ ലഭിച്ചൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മാസപ്പടി കേസിലെ SFI ആരോപണങ്ങൾ തെറ്റെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ. മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തനിക്കെതിരെ കേസെടുത്തതെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. തന്നെ മോശക്കാരിയെന്ന് ചിത്രീകരിക്കാനാണ് പൊതു താൽപര്യ ഹർജി. SFI അന്വേഷണം നടക്കുമ്പോൾ CBI ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിക്കും സമാന്തര അന്വേഷണം നടത്താൻ അവകാശമില്ലെന്നും മറുപടി സത്യവാങ്മൂലം. സനിസ, കേൾക്കാമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ മാത്രമാണ് താൻ ഇതെല്ലാം അനുഭവിക്കുന്നത് എന്ന മറുപടി സത്യവാങ്മൂലത്തിൽ ടി വീണ കൂടുതലായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാസപ്പടി കേസിലെ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവും എന്നാണ് ടി വീണ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണവും കേസും വരുന്നതെന്നാണ് വീണ വ്യക്തമാക്കുന്നത്. കേസ് മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണെന്നതാണ് മറുപടി സത്യവാങ്മൂലത്തിൽ വീണ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ SFI അന്വേഷണം നടക്കുമ്പോൾ സമാന്തര അന്വേഷണം നടത്താൻ പാടില്ലെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. CBI ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിക്കും സമാന്തര അന്വേഷണം നടത്താൻ അവകാശമില്ലെന്നും പൊതു താൽപര്യ ഹർജി തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ളതാണെന്നും വീണ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ താൻ ഒരു എഞ്ചിനീയർ ആണ്, താൻ വിദ്യാഭ്യാസ സമ്പന്നയാണ്. ഈ കമ്പനി 2 തവണ ഇതിൽ വിജിലൻസ് അന്വേഷണം തള്ളിയതായും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാലോജിക് ഒരു ബിനാമി കമ്പനിയല്ലെന്നും താൻ തന്നെ സ്ഥാപിച്ച കമ്പനിയാണെന്നും വീണ വ്യക്തമാക്കുന്നുണ്ട്. കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് തന്റെ പിതാവ് മുഖ്യമന്ത്രിയല്ലെന്നും വീണ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2014 കമ്പനി രൂപീകരിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത് 2016. സനിസ ശോഭാചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്താണ്. മാസപ്പടി കേസിലെ SFI ആരോപണങ്ങൾ തെറ്റാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ പറഞ്ഞു വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ ടി വീണ വ്യക്തമാക്കുന്നു. തന്നെ മോശക്കാരി എന്ന് ചിത്രീകരിക്കാനാണ് പൊതു താൽപര്യ ഹർജി. SFI അന്വേഷണം നടക്കുമ്പോൾ CBI ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിക്കും സമാന്തര അന്വേഷണം നടത്താൻ അവകാശമില്ല എന്നും മറുപടി സത്യവാങ്മൂലത്തിൽ ടി വീണ വ്യക്തമാക്കുന്നു. തൻ്റെ ഈ എക്സാലോജിക് എന്ന കമ്പനി ആരംഭിച്ചത് മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലല്ല, അതിനു മുമ്പേ ആരംഭിച്ചതാണ്. പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ തരത്തിൽ ഈ എക്സാലോജിക്കിനെതിരെയും തനിക്കെതിരെ വ്യക്തിപരമായുമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയതും തന്നെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ്. സനിസ ശോഭാചന്ദ്രൻ തുടരുന്നുണ്ട്. സനിസ, ഈ കോടതിയിൽ ഇതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ ടി വീണയുടെ മറുപടി സത്യവാങ്മൂലം എത്ര കണ്ട് പ്രസക്തവും നിർണായകവുമാണ്? അവരുടെ നിലപാട് അത് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ എത്രമേൽ സ്വാധീനിക്കപ്പെടാവുന്ന ഒന്നാണ്? സൈഫുദ്ദീൻ, SFI അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു അന്വേഷണം നടത്താൻ അത് CBI ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിക്കും മറ്റൊരു അന്വേഷണം നടത്താനുള്ള അവകാശമില്ലെന്ന് ഈ മറുപടി സത്യവാങ്മൂലത്തിൽ ടി വീണ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, തന്നെ മോശക്കാരിയാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നതെന്നും ടി വീണ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ എക്സാലോജിക് ഒരു ബിനാമി കമ്പനിയല്ല, താൻ രൂപീകരിച്ച ഒരു കമ്പനിയാണ്, താൻ നടത്തിയ ഒരു കമ്പനിയാണ്. അതും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ 2014 താൻ തുടങ്ങിയ ഒരു കമ്പനിയാണെന്നും ടി വീണ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. സൈഫുദ്ദീൻ, ശരി, മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ മാത്രമാണ് മാസപ്പടി കേസിൽ താൻ നേരിടുന്ന ഈ വേട്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ. നേരത്തെ തന്നെ രൂപീകരിച്ച കമ്പനിയാണ് എക്സാലോജിക്. അത് പിണറായി വിജയൻ തൻ്റെ പിതാവ്
മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പേ രൂപീകരിച്ച കമ്പനിയാണ്. പിന്നീട് ആ കമ്പനിക്കെതിരെയും തനിക്കെതിരെയും ഉണ്ടാകുന്ന നീക്കങ്ങളെല്ലാം തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് അതിനെ കാണണം എന്നുള്ളതാണ് ഇപ്പോൾ ടി വീണ മറുപടി സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ SFI അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ CBI അന്വേഷണം നടത്താൻ കഴിയില്ല, സാങ്കേതികമായി അതിന് വകുപ്പില്ല എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു ടി വീണ. ഈ മറുപടി സത്യവാങ്മൂലത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസിലെ തുടർ നടപടികൾ കോടതിയിൽ എങ്ങനെയായിരിക്കും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്.